അച്ഛനിങ്ങനെ കാണാൻ വയ്യ. എനിക്ക് മതിയായി. കൊറേ വർഷമായി ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. കാണുന്നത് ആരൊന്നും സഹായിക്കുക അങ്ങനെ ഒന്നും ചെയ്യാൻ ആരുമില്ല ഇവിടെ. നിങ്ങൾ മാത്രം ഇനി എങ്ങനെ ഹെൽപ്പ് ചെയ്യണോ? എന്റെ അനിയനാണെങ്കിലും കഷ്ടപ്പെട്ട് ഇനി ഞങ്ങളെങ്കിലും നല്ല രീതിക്ക് ഇനി പഠിച്ച് മുന്നേറിയാനേ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ ജോലിക്ക് ഇനി അമ്മയ്ക്കും പോവാൻ പറ്റില്ല, അച്ഛനെ വയ്യാത്തോണ്ട് സഹായിക്കാൻ ആരുമില്ല. ആള് ഇത്രയും നാൾ ഈ കാല് വെച്ച് നടന്നിട്ടാണ് ഞങ്ങളൊക്കെ നോക്കിയത്. ഇത്രയും നാൾ നോക്കി. ഇനി ആളെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്നായി. അമ്മയാണ് ഇത്രയും നാൾ ജോലിക്ക് പോയത്. ഈ അവസ്ഥയിൽ അമ്മയ്ക്കൊന്നും ജോലിക്കൊന്നും പോവാൻ പറ്റുന്നില്ല. എന്താ ചെയ്യണ്ടെന്ന് ഒരു പിടുത്തല്ല. ആകെ ബുദ്ധിമുട്ടിലാണ്. അച്ഛനാകെ വയ്യ. ഈ പ്രശ്നം കാരണം അച്ഛനടക്ക് മിഷനില് ഹോസ്പിറ്റലിൽ ബ്ലോക്കൊക്കെ ആയിട്ട് കിടന്നായിരുന്നു. തീരെ പറ്റാണ്ട്, ആൾക്ക് നടക്കാൻ പറ്റാണ്ട് കുറെ നാൾ കിടപ്പില്ലായിരുന്നു. നടക്കാൻ പറ്റാണ്ട് ഇവിടെ വീട്ടില് ചെയറിലെടുത്ത് എടുത്ത് കൊണ്ടുപോവുക ചെയ്തിരുന്നേ. വേറെ ആരും ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം, എല്ലാവരും സഹായിക്കണം. അത്രയും അവസ്ഥയിലായതുകൊണ്ടാണ്. എക്സാമാണ് നോക്കുക. പക്ഷെ ഈ വിഷമം കാരണം കൊണ്ട് അവൾക്ക് പഠിക്കാനോ ഒന്നിനും പറ്റണില്ല. കാരണം അച്ഛന്റെ അവസ്ഥ അവർക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് നല്ല ടെൻഷനും വിഷമവും ഉണ്ട്. നമ്മുടെ വീട്ടിലെ അവസ്ഥ അവർക്ക് അറിയാവുന്നത് കാരണം കൊണ്ട് നേരെ പഠിക്കാനോ ഒന്നും പറ്റില്ല. അവര് നന്നായി പഠിക്കുന്ന കുട്ടികളാണ്. പക്ഷെ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാനുള്ള കഴിവില്ല. അവരായിട്ട് തന്നെ നമ്മുടെ ഒരു ഹെൽപ്പും ചോദിക്കാതെയാണ് അവർ പഠിക്കുന്നത്. ആരുടെ സഹായവും ഞങ്ങൾക്ക് ഇന്നുവരെ കിട്ടിയിട്ടില്ല. ഇപ്പൊ രണ്ടുപേരും ഞങ്ങൾ ജോലി ചെയ്തായിരുന്നു ഇതുവരെ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോയിരുന്നത്. ഇപ്പൊ ഇനി അതും ഇല്ല എന്ന് പറയുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞങ്ങൾ വേറെ റെന്റിനാണ് താമസിക്കുന്നത്. റേഷൻ കടയിൽ നിന്ന് അരി കിട്ടുന്നത് എന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അല്ലാതെ വേറൊരു മാർഗവും ഞങ്ങൾക്കില്ല ഇവിടെ.